CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. എരുമപ്പെട്ടി പതിയാരം സെന്റ് ജോസഫ് പള്ളി വികാരിയെ പള്ളിയിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് പെരിഞ്ചേരി സ്വദേശിയായ 32 വയസ്സുള്ള ലിയോ പുത്തൂർ. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ സർക്കാർ വിദ്യാലയങ്ങളിലെ നിർമ്മാണ പ്രവൃത്തികളും അറ്റകുറ്റപ്പണിയും സംബന്ധിച്ച് NK അക്ബർ MLA അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. നിർമ്മാണ പ്രവൃത്തികൾ എത്രയും വേഗം പൂർത്തീകരിക്കാൻ MLA നിർദ്ദേശം നൽകി. യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഞമനേങ്ങാട് കരുവാൻ പറമ്പ് നിവാസിയായ മൂത്തേടത്ത് സുനിലിനെയാണ് നായരങ്ങാടി ഗുഡ്സ് ഓട്ടോ സ്റ്റാൻഡിന് പിൻവശത്തെ ഒഴിഞ്ഞ പറമ്പിലെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കരിയർ ഗൈഡൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ SSLC വിജയിച്ച വിദ്യാർത്ഥികൾക്ക് +2 പ്രവേശനത്തിന് മാർഗനിർദ്ദേശം നൽകുന്നതിനായി ഫോക്കസ് പോയിന്റ് സംഘടിപ്പിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ എന്റെ കേരളം പ്രദർശന വിപണനമേളയുടെ ഭാഗമായി ചൊവ്വനൂർ ബ്ലോക്ക് തല പാചക മത്സരം സംഘടിപ്പിച്ചു. കക്കത്തട്ടിൽ ജോലി ചെയ്ത് ജീവനമാർഗം കണ്ടെത്തുന്ന ചാവക്കാട് MRM സ്കൂളിലെ +2 വിദ്യാർത്ഥി യദുകൃഷ്ണന് സ്വന്തമായി വീടും സ്ഥലവും നിർമ്മിച്ചു നൽകാനുള്ള ഫണ്ട് ശേഖരണാർത്ഥം ബിരിയാണി ചലഞ്ച് നടത്തി. കടവല്ലൂർ പഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിൽ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് നടക്കുന്ന മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രവർത്തനങ്ങൾക്കായി സ്വാഗത സംഘം ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. കേച്ചേരി ഗ്രാമീണ വായനശാലയുടെ നവതി ആഘോഷങ്ങൾക്ക് വ്യാഴാഴ്ച തുടക്കമാകും. 1 വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളോടെയാണ് വായനശാലയുടെ നവതി ആഘോഷം സംഘടിപ്പിക്കുന്നത്. കടപ്പുറം പഞ്ചായത്തിലെ ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് യൂണിഫോമുകൾ വിതരണം ചെയ്തു. യൂണിഫോം വിതരണത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് നിർവഹിച്ചു. പുനർനിർമ്മാണം നടത്തിയ ഒരുമനിയൂർ വക്കീൽ ഗ്രാമം റോഡിന്റെ ഉദ്ഘാടനം നടന്നു. ഒരുമനിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. CPI ജന്മശതാബ്ദിയുടെ ഭാഗമായി മെയ് 18-ന് നമാസ് ഓഡിറ്റോറിയത്തിൽ അരങ്ങേറുന്ന ചരിത്ര നാടകമായ പാട്ടബാക്കിയുടെ പുനരാവിഷ്കരണ പരിശീലന ക്യാമ്പ് നടനും എഴുത്തുകാരനുമായ VK ശ്രീരാമനും പത്നി ഗീതാ ശ്രീരാമനും സന്ദർശിച്ചു. റോഡരികിലെ തണൽ വൃക്ഷം യാത്രികർക്ക് ഭീഷണിയാകുന്നു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ ചൂണ്ടൽ ബസ് സ്റ്റോപ്പിന് സമീപത്തുള്ള കൂറ്റൻ ഉങ്ങുമരമാണ് യാത്രികർക്ക് ഭീഷണിയായി മാറിയിരിക്കുന്നത്. അണ്ടത്തോട് മഹല് ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ സമിതി പാപ്പാളി കുമാരൻപടി ക്ലസ്റ്ററിൽ സംഘടിപ്പിക്കുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ആലോചനാ യോഗം നടത്തി. ചാവക്കാട് ഓവുങ്ങലിൽ മലർവാടി ബാലോത്സവം സംഘടിപ്പിച്ചു. കവയത്രി ഷൈനീസ് സെയ്ദ് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ സമഗ്ര വിജ്ഞാന വികാസം ലക്ഷ്യമിട്ട് ചാവക്കാട് BRCയുടെ കീഴിലെ വിദ്യാലയങ്ങളിൽ നടത്തുന്ന അധ്യാപക ശാസ്ത്രീകരണ പരിപാടിക്ക് മമ്മിയൂർ LF കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. മത്സ്യവ്യാപാര തൊഴിലാളി യൂണിയൻ CITU ജില്ലാതല മെമ്പർഷിപ്പ് ക്യാമ്പയിന് ചാവക്കാട് തുടക്കമായി. MSF പുന്നയൂർ പഞ്ചായത്ത് പ്രതിനിധി സമ്മേളനം മന്നലാങ്ങുന്ന നന്മ സെന്റർ PK ചേക്കു ഹാജി നഗറിൽ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി C അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, YouTube എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.